അപ്പോൾ നമ്മളങ്ങനെ റെഡി ആയിട്ടുണ്ട്. സ്കൂബ ഡൈവിങ്ങിന് പോവാണ്. എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ? സെറ്റല്ലേ? ഇതാണ് റേംഖാൻ്റെ ഔട്ട്ഫിറ്റ്. കറക്റ്റ് 7:55 വണ്ടി വരുന്നു പറഞ്ഞിട്ടുണ്ട്. പോയോക്കട്ടെ, അപ്പം കാണാൻ കഴിയും. അങ്ങനെ ബസ്സിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ കുറേ ടൂർസ് ആൻഡ് ട്രാവൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ ഞങ്ങൾ ഫസ്റ്റ് ആക്ടിവിറ്റി ആയിട്ടുള്ള സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ഒരു കോഡൊക്കെ എഴുതുന്നുണ്ട്. നല്ല തിരക്കാണ്. കാരണം ഞങ്ങൾ വന്ന ടൈമിങ് അടിപൊളിയാണ്. കാരണം അതിൻ്റെ അകത്ത് എത്ര ആളുകളാണെന്ന് അറിയാം. തിരക്ക് അങ്ങോട്ട് ചെല്ലില്ലാതെ വേറെ വഴിയില്ലാതെ തോന്നുന്നുണ്ട്. മനുഷ്യന്മാരെ എവിടെ? എന്റെ സേഫ്റ്റി ജാക്കറ്റ് എവിടെ? അപ്പൊ ഇന്റെതോ ഞാനെന്താ പോകെ? ഇന്റെ ജീവന്റെ വില ഇല്ല ഇവിടെ ആയിരിക്കും. ഹെവി ലോഡാണ്. ബോട്ട് മറിയാന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ടിപ്പ് ഉണ്ട്. മറിയെന്ന് കാണുമ്പോ തന്നെ എന്ത് ചെയ്യാം? ആദ്യം ചാടിക്കും. എങ്ങട്ട്? അല്ലെങ്കിൽ ആരെങ്കിലും കയ്യുമ്പോ കാലിന് തൂക്കും. പിന്നെ പ്രശ്നം. പിന്നെ നമ്മളെ ജീവനും പോകും, ഓല ജീവനും പോകും. കൊരങ്ങന്മാര് പോണായിരുന്നു. അപ്പുറത്തെ കൂടി ഇപ്പുറത്തെ കൂടെ ഒരു ചാടി ചാടി മണ്ടിട്. ഇതിന്റെ മുകളിൽ കൂടെ ഒക്കെ പോണി. ഈ ഷീറ്റിന്റെ മുകളിൽ കൂടെ എങ്ങനെ ഒരു പോണാണാവോ? നമ്മളങ്ങനെ യാത്ര തിരിച്ചു. 15 കിലോമീറ്റർ കടലിനകത്തോട്ട് നമ്മൾ പോവുകയാണ്. റേമൊക്കെ പോയിട്ടോ? ഹെവി ലൈസൻസ് ആണ്. വണ്ടി നൈസാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ കളർഫുൾ ഡ്രസ്സൊക്കെയാണ്. മൂക്കിൽ പഞ്ഞൊക്കെയായിരുന്നല്ല, കളർഫുള്ളിന്റെ കാണാതായാലും. നമ്മളോട് ഇപ്പോൾ സൈറ്റ് സീയിങ് കണ്ടതായി നമ്മളൊരു പാലസ് കാണിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഗൈഡ്. ഇതിനകത്തുള്ള വർക്കേഴ്സ് മലയാളികളുണ്ട്, എല്ലാ ഭാഷക്കാരും ഉണ്ട്. നമുക്കെല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ് ഇവര്. ഇങ്ങനെ ഈ ഫോൺ കവറും കാര്യങ്ങളൊക്കെ വാങ്ങണ ഏറ്റവും നന്നാവും. കാരണം എന്താന്ന് വെച്ചാൽ ഉപ്പ് വെള്ളം കാര്യങ്ങളാണ്. അപ്പൊ അത് വാങ്ങാനാണ് ഏറ്റവും നല്ലത്. ഇതാണ് ഗൈസ് നമ്മുടെ ഇൻസ്ട്രക്ടർമാര്. ഇത് മലയാളിയാണ് കേട്ടോ. ഇത് മലയാളിയാണ്. പിന്നെ അവിടെ ഉണ്ട്. ഞങ്ങളിപ്പം മുങ്ങാൻ പോവുകയാണ് ഗൈസ്. ഞങ്ങൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് നമ്മൾ എടുക്കൂല. നമ്മൾ ഇതിന്റെ ഡെപ്തിലോട്ട് പോകും. റിസ്ക് എടുക്കും പൈസ എക്സ്ട്രാ കൊടുത്താലും. നിങ്ങൾ കാണുന്നില്ല അവിടെ ഓരോരുത്തരും മുങ്ങിച്ചാവുന്നത്. ചാവല്ല, അടിയിലോട്ട് പോവുകയാണ് അവര്. അവിടെയും ഉണ്ട്, കണ്ടു നോക്കൂ. ഇതിന്റെ ഇൻസ്ട്രക്ഷനൊക്കെ കണ്ടിട്ടേ മൊത്തത്തിൽ ശ്വാസം പോലെ റേംക എങ്ങനെ വിളിച്ചിട്ടുണ്ട്. ശ്വാസം മൗത്തിലൂടെ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ, നോസിലൂടെ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ സ്കൂബ ഡൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചെവിയൊക്കെ അടഞ്ഞിട്ടേ ചെവിക്കെന്തോ പറ്റി സീനാണ്. മുബാരിസാണ് അവിടെ ഈ കൈ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത്. ഇവിടുന്ന് നീന്തി അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. എവിടെ എത്തിക്കണം എന്നൊരു പിടുത്തമല്ല മക്കളെ. ഒരേ ഉണക്കാട്ട സ്രാവാണ് ഈ കിടക്കുന്നത്. എപ്പോ ഉണങ്ങി തീരുന്ന അറിയില്ല. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞാനും റേംക്കാണ് ആദ്യം ഇവിടെ ചാട്ടം തുടങ്ങി. പിന്നെ എല്ലാവരും ചാട്ടം തുടങ്ങി. നമ്മളാണ് ചാടിയപ്പോ ബോട്ടിലുള്ള എല്ലാവരും ചാടി. എല്ലാവരും ചാടിച്ച് എല്ലാവർക്കും പേടിയായിട്ട് നിൽക്കുകയാണ്. സംഭവം ഇവിടെ കുളിക്കുന്ന സ്ഥലമൊക്കെ തന്നെയാണ് തോന്നുന്നത്. നമ്മളെ പാരാസൈലിങ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ബോട്ടിലാണ് കൊണ്ടുപോവുക. ഇങ്ങനെ ബോട്ടിൽ അങ്ങോട്ട് മാറ്റി മാറ്റി കളിക്കും. ബോട്ടില് അതിൽ കൊണ്ടുപോകും, ഇവിടെ ഇരിക്കും. ഇപ്പൊ 1.5 മണിക്കൂറായിട്ട് ഇതിന്റെ അകത്ത് പോസ്റ്റാണ്. അത് പൈസ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് അറിയില്ല. അപ്പൊ കിട്ടും, കാത്തിരുന്നോടി. നമ്മളങ്ങനെ എടുക്ക പോണേ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ പാരസൈലിംഗ് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ പോയിട്ട് വരാം. ഞങ്ങളിവിടെ ഉള്ള ഫുഡ് മൊത്തം വേസ്റ്റ് ബിന്നിൽ കിട്ടു. എല്ലാവർക്കും സപ്ലൈ ചെയ്ത് കൊടുത്തു. റേംക്ക് ഫുള്ള് നന്മമാരെയാണ് ഇവിടെ. ബോട്ടിലാകെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അവിടുന്ന് എല്ലാവർക്കും സീറ്റിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുത്തു. അതിനാണ് സെർവ് ചെയ്തു. അങ്ങനെ ഞങ്ങള് കടലിലെ ലൈന് നിൽക്കൽ തുടങ്ങി. അവിടെ ലൈൻ നിൽക്കുകയാണ്. എന്താ ജെറ്റ് സ്കി ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഇനി അത് ചെയ്യാം. റേംക ഒരു 10 ദിവസം 15 ദിവസം കുളിക്കാത്ത ഇപ്പൊ കടലിലാണ് കുളിച്ചില്ലേ? അയച്ചോടാ. ഈ ഊളകൾ എന്താണ്? This is wrong. This is wrong. This is wrong.
ഇതും ട്രൈ ചെയ്തു, അടിപൊളി എക്സ്പീരിയൻസ്. ഞങ്ങൾ എക്സ്ട്രാ പൈസ ഇതിനും കൊടുത്തു. അങ്ങനെ ഇതും അങ്ങ് ലോങ്ങിലോട്ട് പോയി. ഞാൻ അടുത്ത് ഇതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ സാധനം. സംഭവം ഫുൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. റേംക നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ റേംക? പിന്നെ അതെന്താ അങ്ങനെ വർത്താനോ? ഗൈസ്, ഈ ബനാന റൈഡ് ഉണ്ടല്ലോ, സംഭവല്ലേ ഒരു സുഖം ഉണ്ടാവില്ല വിചാരിച്ചു. പക്ഷെ ഇതിനാണ് പോയി നോക്കണം. ഇതിന്റെ ചെവിയിൽ മുഴുവൻ വെള്ളം കയറി കുറെ നേരം ഒരു കാര്യമല്ല. പിന്നെ ഇതാ അത് കൊണ്ടുപോകും ഇങ്ങനെ, എന്നിട്ട് അവിടുന്ന് തന്നെ മറിച്ചിലോട്ട് തുടങ്ങും. ഇപ്പൊ നോക്കിക്കോളിട്ടാ പാട്ടോ ആ മറിഞ്ഞ്. എനിക്ക് ആദ്യമൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഈ ഗോവ ബാച്ചിലേഴ്സിനും കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണെന്ന്. ഇപ്പൊ ഇവിടെ ഫുള്ള് ഫാമിലി ആയിക്കണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടത് ഫാമിലിനെയാണ്. സംഭവം അടിപൊളിയാണ്. ഞങ്ങളെങ്ങനെയൊക്കെയോ കേറി. ഇവിടുന്നാണ് കയറി വരേണ്ടത്. കുറച്ച് റിസ്ക് ആണ്. കൊണ്ടുപോയ അതിൽ കുറെ വയസ്സായവരൊക്കെ ഉണ്ട്. എങ്ങനെയാണാവോ എങ്ങനെ കയറി വരുന്നുള്ളത് നോക്കാം. നമുക്ക് ഏതായാലും വണ്ടി പോയിരിക്കുന്നു. റേംക്ക് അവിടെ നല്ല ഉറക്കാണ്. ഞാൻ അപ്പോൾ നൈറ്റ് ഒന്ന് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒറ്റക്കിട്ട് ഇറങ്ങിയതാണ്. എന്താണ് വൈബ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയി നോക്കട്ടെ. ഇവിടെ എല്ലായിടത്തും ഡീച്ചും കാര്യങ്ങളും ഓൺ ആയിട്ടുണ്ട്. ബീച്ചിൽ നിറച്ച് ആൾക്കാരാണ്. ഇത് അതിൻ്റെ കൂട്ടത്തിൽ പൈക്കളും ഉണ്ട്. പൈക്കൾക്കും കുറവൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു നോക്കട്ടെ. ഇവിടെ ഫുൾ ഓണാണ് എല്ലായിടത്തും. നല്ല ക്രൗഡും ഉണ്ട്. ക്രിസ്മസ് അല്ലേ, അപ്പോൾ നല്ല ക്രൗഡും ഉണ്ട്. ഇന്നലെ രാത്രി ഇറങ്ങിയപ്പോൾ ഡീച്ചും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പായിരുന്നു. കാരണം ഇവിടെ ഒരു 10 മണി ആയി കഴിഞ്ഞാൽ പാട്ടും കാര്യങ്ങളൊക്കെ ഓഫാക്കും. പിന്നെ ഫുഡും ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഒരു 2 മണി വരെ ഒക്കെ ഉണ്ട് തോന്നുന്നു. ഞാൻ ഏതായാലും ഒന്ന് പോയി തുള്ളട്ടെ. ഒരു രസമല്ലേ ഇതൊക്കെ. എന്താ വെച്ചാൽ ഇന്ന് തന്നെ ഇപ്പോൾ നല്ല എമൗണ്ട് കൊട്ടിയിരിക്കുക. നമ്മൾ ആക്ടിവിറ്റി ഒന്നിച്ചൊരു പാക്കേജ് എടുത്താണ്. പക്ഷെ അതിലൊക്കെ അത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്കൂബ ഡൈവിങ് അതുപോലെ പാരാസൈലിംഗ് ഉണ്ടല്ലോ, അതൊക്കെ എക്സ്ട്രാ 1000-1500 എക്സ്ട്രാ കൊടുത്തു കൂടുതൽ ടൈം കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ ജെറ്റ് സ്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ എമൗണ്ട് എടുത്തിട്ടാണ്. അപ്പോൾ പൈസ പോണൊരു വഴി അറിയില്ല. നല്ല എമൗണ്ട് കൊടുക്കും ഇവിടെ. ഇപ്പോൾ ഗോവയിലൊക്കെ അടിച്ചു പൊളിക്കാൻ വരുന്നവർ നല്ല എമൗണ്ട് കണ്ടിട്ട് വന്നാൽ മതി. നമ്മളറിയാതെ പൈസ അങ്ങോട്ട് പോകും. എനിക്ക് തോന്നുന്നതേ അവിടുത്തെ ബീച്ചിനേക്കാൾ ഒന്നും കൂടി വൈബാവുന്നതിന് ബാഗാ ബീച്ച്. നല്ല ക്രൗഡും കാര്യങ്ങളും ഉണ്ട്. സെറ്റാണ്. ഇനി ഇതിൽ കയറിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫുഡും കാര്യങ്ങളൊക്കെ എന്താ അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഫുള്ള് ഫാമിലീസാണ്. ബാച്ചിലേഴ്സ് കുറവാണ് സത്യം പറഞ്ഞാൽ. ഞാൻ അതിന് മുമ്പ് കുറേ വട്ടം ഗോവയിലൊക്കെ വന്നതാണ്. പക്ഷെ അപ്പോഴൊക്കെ ബാച്ചിലേഴ്സും കപ്പിൾസൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ ഫുള്ള് ഫാമിലീസ് ആയി പോകുന്നുണ്ട്. ക്രിസ്മസ് ആയിട്ടേ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നത്. സംഭവം ഏതായാലും പ്രകൃതി നടക്കുന്നുണ്ട് എങ്ങനെയായാലും.